മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ ഒരു കേസുണ്ടായി. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാമെന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CPM-ന്റെ അന്തം കമ്മികളും ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഒരാളെ സഹായിക്കുന്നത് ഈ സഖാക്കന്മാരുടെ നടക്കുന്ന നാട് മുഴുവൻ തെണ്ടിത്തിരിച്ച് ആ ആൾക്കാരെ പിരിച്ചിട്ട് പറ്റിച്ചിട്ടല്ല. നീയൊക്കെ ബക്കറ്റും എടുത്ത് നടന്ന് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയും പിരിച്ചും അതിന്റെ 50% പുട്ടടിച്ചിട്ട് 50% ചെലവഴിച്ചതിന് ശേഷം ആ ചെലവഴിച്ച 50%ത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന തെമ്മാടിത്തരങ്ങളല്ല നീ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. ഇനി നിനക്ക് ഈ നാട്ടിൽ നെഞ്ച് വിരിച്ച് നടക്കാം. കാര്യങ്ങൾ ഇവിടം തൊട്ട് സെപ്പറേറ്റ് CPM-ന്റെ സഖാക്കന്മാർക്ക് അയച്ചു കൊടുക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സുമില്ല. സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. നിധിയിൽ ഞാൻ പൈസ കൊടുത്തില്ല എന്ന കാരണം ഒരൊറ്റ കാരണം കൊണ്ട് ആക്ഷേപിച്ച് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വിവാദങ്ങളും കള്ളത്തരങ്ങളും തുറന്നാൽ കള്ളത്തരം മാത്രം പറയുന്ന കുറെ ജന്മങ്ങളാണ് ഇവരെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട. അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മറ്റൊരാൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് അത് ഞങ്ങൾക്കറിയാം ആരാ മണ്ടനെന്ന്. ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാം, എന്റെ സ്വന്തം പൈസയിൽ നിന്ന് ഞാനൊരു വീട് വെച്ചു കൊടുക്കാം എന്ന് പറയും. ഹലോ, ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ, ഞങ്ങൾ സത്യസന്ധരാണ്. തള്ളിന് വേണ്ടിയിട്ട് പോയി അടിക്കില്ല. എന്റെ മടിയിൽ കനമില്ല, ഇയാളുടെ മടിയുടെ അത്രയും കനം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല. നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല. അതിന് ഈ ഭൂമി മലയാളത്തിൽ മരുന്നില്ല.